വാക്ക് ആൻഡ് വാക്ക്. നടന്ന്. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ലുക്ക് അറ്റ് ദ പിക്ചർ. പിക്ചറിലേക്ക് നോക്കൂ. വാട്ട് ഓൾ തിങ്സ് ഡു വി സീ ഇൻ ദ പിക്ചർ? എന്തൊക്കെയാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്? എന്തൊക്കെയാണ് കാണുന്നത്? ദർ ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് അല്ലേ? പിക്ചറിൽ നല്ല ഭംഗിയുള്ള പൂക്കളില്ലേ? ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പൂക്കൾ. പിന്നെന്താ കാണുക? ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് ദർ. ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ട് അല്ലേ? കണ്ടില്ലേ നിങ്ങൾ ബട്ടർഫ്ലൈസ്? ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകൾ. ദെൻ വി ക്യാൻ സീ എ റാബിറ്റ് ആൻഡ് എ ഡീർ. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയൽ, ഡീർ എന്ന് പറഞ്ഞാൽ മാൻ. ഹൗ മെനി ബട്ടർഫ്ലൈസ് ആർ ദർ? എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട് അവിടെ? കൗണ്ട് ചെയ്യൂ. 1 2 3 അല്ലേ? ഒരു റെഡ് ബട്ടർഫ്ലൈ, പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഒരു യെല്ലോ ബട്ടർഫ്ലൈ. അങ്ങനെ എത്രണ്ണ? 3. നിങ്ങളിവിടെ 3 എന്ന് എഴുതല്ലോ. ഇനി ഹൗ മെനി ഫ്ലവേഴ്സ്? എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 5. 5 അല്ലേ? 5 ഫ്ലവേഴ്സ് അല്ലേ ഉള്ളത്? 3 of the flowers seem happier. Can you guess why? കണ്ട ഫ്ലവേഴ്സിലെ 3 നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും 3 ഫ്ലവേഴ്സ് ഹാപ്പി ആയിരിക്കാൻ കാരണം? ബട്ടർഫ്ലൈസ് അവരുടെ അടുത്താണ്. ഓക്കെ, ഇനി ഡിയർ എന്തോ പറയുന്നുണ്ടല്ലേ? എന്താ നോക്കൂ. ഹൗ ബ്യൂട്ടിഫുൾ, എന്തു ഭംഗിയാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് കിട്ടു. കിട്ടു എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ കുട്ടൻ്റെ പേര് കിട്ടു എന്നാണ് അല്ലേ? എന്താ പറയണ ഡിയർ? എന്തു ഭംഗിയാ കാണാൻ. ഹൗ ബ്യൂട്ടിഫുൾ, എന്തു ചന്ത കാണാൻ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് കിട്ടുവിനോട് ചോദിക്കുകയാണ്. കിട്ടുമുയലിനോട് ചോദിക്കുകയാണ്. അപ്പോൾ കിട്ടുമുയൽ എന്താ പറയണേ? ഓക്കെ മിന്നു. മിന്നു എന്നാണ് ഡിയറിൻ്റെ പേര്. അടുത്തത് പേജ് നമ്പർ 28. പിക്ചറിലേക്ക് നോക്കുക. എന്തൊക്കെയാണ് പിക്ചറിൽ കാണുന്നത്? ദർ ഈസ് എ ബിഗ് ട്രീ. അവിടെ ഒരു വലിയ മരം ഉണ്ട് അല്ലേ? പിന്നെന്താ കാണാൻ കഴിയണേ? വി ക്യാൻ സീ എ ബാഗ് അണ്ടർ ദ ട്രീ. ആ ട്രീയുടെ അടിയിൽ ഒരു ബാഗ് കാണാണ്ടല്ലേ? കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഇവിടെ എന്താ ഉള്ളത്? മിന്നു ആൻഡ് കിട്ടു ഉണ്ട് അല്ലേ? മിന്നു ആൻഡ് കിട്ടു ആർ വാക്കിംഗ് ദർ. ദെൻ ലുക്ക് അറ്റ് ദ ട്രീ. ആ മരത്തിലേക്ക് നോക്കൂ. എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾക്ക് മരത്തിന്മേൽ? വി ക്യാൻ സീ എ മങ്കി അല്ലേ? മങ്കീനെ കാണാണ്ടല്ലേ? വി ക്യാൻ സീ എ മങ്കി സിറ്റിംഗ് ഓൺ ദ ട്രീ. ട്രീയുടെ മുകളിൽ ഒരു കുരങ്ങനിരിക്കുന്നു കാണാണ്ട്. പിന്നെ എന്തെങ്കിലും കാണാണ്ടോ? എ ടെയിൽ ഓഫ് ആൻ അനിമൽ. ഒരു അനിമലിൻ്റെ ടെയിൽ കാണാണ്ടല്ലേ? ടെയിൽ എന്ന് പറഞ്ഞാൽ വാല് അല്ലേ? ഏതോ ഒരു മൃഗത്തിൻ്റെ വാല് കാണാണ്ട്. ക്യാൻ യു ഗസ് വിച്ച് അനിമൽ ഈസ് ഇറ്റ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുമോ ഏത് അനിമലാണ് അതെന്നൊന്ന് പറഞ്ഞു നോക്കൂ. വാല് കണ്ടിട്ട് ആരാന്നാ തോന്നണേ? അതൊരു അണ്ണാനാണല്ലേ? ഇറ്റ്സ് എ സ്ക്യുരൽ. അണ്ണാൻ എന്താ പറയുക? സ്ക്യുരൽ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മിന്നു ആൻഡ് കിട്ടു സ്റ്റാർട്ടഡ് വാക്കിംഗ് ത്രൂ ദ വൂഡ്സ്. മിന്നും കിട്ടും നടക്കാനായിട്ട് തുടങ്ങിയില്ലേ? ഏത് കൂടെയാണ് പോകുന്നത്? ത്രൂ ദ വൂഡ്സ്. വൂഡ്സ് എന്ന് പറഞ്ഞാൽ കാട്ടിലൂടെ. കിട്ടു പറയാണ്, ഹേ ഹിയർ ഈസ് എ ബാഗ്, ലെറ്റ്സ് സീ വാട്ട്സ് ഇൻ ഇറ്റ്. ദാ ഇവിടെ ഒരു ബാഗ് ഉണ്ട്, നമുക്ക് നോക്കാം എന്താ അതിൻ്റെ ഉള്ളിൽ നോക്കാം എന്ന് പറയുകയാണ് അല്ലേ കിട്ടുമുയൽ. അടുത്തത് പേജ് നമ്പർ 29 എടുക്കുക. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ ഹാറ്റ്സ്, മങ്കി, സ്ക്യുരൽ, പിന്നെ മിന്നു ആൻഡ് കിട്ടു അല്ലേ. മിന്നു ആൻഡ് കിട്ടു ഓപ്പൺ ദ ബാഗ് ആൻഡ് ലുക്ക്ഡ് ഇൻസൈഡ്. എന്താണ്? മിന്നും കിട്ടും ബാഗ് തുറന്നു അല്ലേ, ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നോക്കി, ഉള്ളിലേക്ക് നോക്കി. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ.
മിന്നു എന്തോ പറയുന്നുണ്ടല്ലേ? വാവ്, ഹാറ്റ്സ്. എന്താ പറയണ? ഹായ്, ഹാറ്റ്സ് എന്ന് പറയണ. ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ തൊപ്പികൾ. ഹാറ്റ് അറിയാലോ അല്ലേ? തൊപ്പിയാണെന്നറിയാലോ. ഹൗ മെനി ഇൻസൈഡ്? ഹൗ മെനി ഇൻസൈഡ് എന്നാണ് എത്ര എണ്ണം ഉള്ളിലുണ്ട്? ബാഗിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം? ദറ്റ് ഈസ് കൗണ്ട്. കൗണ്ട് ചെയ്യാം. 1 2 3 അല്ലേ? ഇപ്പം 3. ദെൻ ഹൗ മെനി ഔട്ട്സൈഡ്? എത്ര എണ്ണം പുറത്തുണ്ട്? ഔട്ട്സൈഡ് അല്ലേ? പുറത്ത് എത്ര എണ്ണം ഉണ്ട്? കൗണ്ട് ചെയ്യൂ. 1 2 3 4. 4 എന്ന് എഴുതുമല്ലോ. കളർ ദീസ് ഹാറ്റ്സ്. ഏത് ഹാറ്റുകളാണ് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ബാഗിൻ്റെ ഉള്ളിലത്തെ ഹാറ്റ്സൊക്കെ കളർ ഉണ്ടല്ലേ. ഔട്ട്സൈഡ് ഹാറ്റ്സ് ആണ് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കളർ ചെയ്യുക കേട്ടോ. സെയിം കളർ തന്നെ കൊടുക്കുക.